18 വേഴ്സ് 18. മിന്നലും നാദവും ഇടിമുഴക്കവും വലിയ ഭൂകമ്പവും ഉണ്ടായി. ഭൂമിയിൽ മനുഷ്യർ ഉണ്ടായതു മുതൽ അതുപോലെ അത്ര വലിയതായ ഒരു ഭൂകമ്പം ഉണ്ടായിട്ടില്ല. 19 മഹാനഗരം 3 അംശമായി പിരിഞ്ഞു, ജാതികളുടെ പട്ടണങ്ങളും വീണുപോയി. ദൈവകോപത്തിന്റെ ക്രോധമധ്യമുള്ള പാത്രം മഹാബാബിലോണ് കൊടുക്കേണ്ടതിന് അവളെ ദൈവസന്നിധിയിൽ ഓർത്തു. വേഴ്സ് 20. സകല ദ്വീപും ഓടിപ്പോയി, മലകൾ കാണുവാനില്ലാതെയായി. 21. താലന്തോളം ഘനമുള്ള കല്ലായി വലിയ കന്മഴ ആകാശത്തിൽ നിന്ന് മനുഷ്യരുടെ മേൽ പെയ്തു. കൽമഴയുടെ ബാധ ഏറ്റവും വലുതാകൊണ്ട് മനുഷ്യർ ആ ബാധ നിമിത്തം ദൈവത്തെ ദുഷിച്ചു. നമ്മള് ഒന്നാമത്തെ ദൂതൻ 2, 3, 4 ഇങ്ങനെ വ്യത്യസ്തമായിരിക്കുന്ന കാര്യങ്ങൾ നാം പഠിക്കുകയും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 7ാമത്തെ അല്ലെങ്കിൽ ദൈവന്യായവിധിയുടെ അവസാന സമയത്തേക്കാണ് ഈ ഭാഗം നമ്മളെ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ 7ാമത്തെ കലശം ദൂതൻ ഒഴിക്കുന്നതാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു പ്രത്യേക കാര്യമുണ്ട്. ആകാശത്ത് ഒഴിച്ചു എന്ന് നാം വായിക്കുന്നു. ഈ ആകാശത്ത് എന്ന് പറയുന്ന വാക്കിന് അപ്പോൺ ദ എയർ എന്നാണ് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത്. എയർ, ആകാശം എന്ന് പറയുന്ന പദത്തിൽ. അത് നമ്മൾ ഈ ദൈവവചന പ്രകാരം ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു അറ്റാക്ക്, അത്ഭുതങ്ങളായിരിക്കുന്ന അറ്റാക്ക്, ദൈവത്തിന്റെ ക്രോധ കലശം, വളരെ കാഠിന്യം നിറഞ്ഞ ക്രോധ കലശം ഒന്നിനുമേൽ ഒന്ന് ഒഴിച്ച് നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇവിടെ 7ാമത്തെ ദൂതൻ തന്റെ കലശം ആകാശത്തിൽ ഒഴിച്ചു. ഈ ആകാശവുമായിരിക്കുന്ന ഒരു ബന്ധം ദൈവവചനത്തിൽ നാം ചിന്തിക്കേണ്ടത് വളരെ ആവശ്യമാണ്. നാം അതിനു മുൻപുള്ളത് നമ്മൾ വായിച്ചപ്പോൾ മറ്റൊരു ക്രോധ കലശം മൃഗത്തിന്റെ സിംഹാസനത്തിന്മേൽ ഒഴിച്ചു എന്ന് നമ്മൾ 10ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു. മൃഗത്തിന്റെ, എതിർ ക്രിസ്തുവിന്റെ, കള്ളപ്രവാചകന്മാരുടെ അല്ലെങ്കിൽ എതിർ ക്രിസ്തു, കള്ളക്രിസ്തുവിന്റെ സിംഹാസനത്തിന്മേൽ ഒഴിക്കുന്നതായി ഒരു രംഗം നമ്മളത് ചിന്തിക്കുന്നുണ്ട്. ഇവിടെ പറഞ്ഞേക്കുന്ന വാക്ക് ശ്രദ്ധിക്കണം. 7ാമത്തവൻ തന്റെ കലശം ആകാശത്തിൽ ഒഴിച്ചു. ഈ ആകാശത്തിൽ അപ്പോൾ സംഭവിച്ചു തീർന്നു എന്ന മഹാശബ്ദം ദൈവാലയത്തിലെ സിംഹാസനത്തിൽ നിന്നു. ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. ആകാശത്തിൽ ഒഴിച്ചു കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ ക്രോധ കലശം അഥവാ ദൈവത്തിന്റെ പണിഷ്മെന്റ് തീർന്നു എന്ന് പറയുന്ന ഒരു വലിയ ശബ്ദം തന്നെ ദൈവാലയത്തിലെ സിംഹാസനത്തിൽ നിന്ന് വന്നു. അപ്പോൾ എന്താണ് ഈ ആകാശത്തിൽ ഒഴിച്ചു എന്ന് നാം മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യമാണ്. അത് ഞാൻ ഓർപ്പിച്ചു. 5ാമത്തവൻ സിംഹാസനത്തിന്മേൽ ഒഴിച്ചു, അതെല്ലാം ഇരുട്ടായി പോയി. അത് നമ്മൾ ചിന്തിക്കുകയുണ്ടായില്ല. ആകാശത്തിൽ ഒഴിച്ചു എന്ന് നാം പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ ഒരു കാര്യം നാം വളരെ ശ്രദ്ധിക്കണം. ഈ ആകാശവും പിശാചിനെ ആകാശത്തിലെ അധികാരി എന്നുള്ള ഒരു നിലയിലാണ് ദൈവവചനം വിശേഷിപ്പിക്കുന്നത്. അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആകാശത്തിലെ അധികാരി. വളരെ ശ്രദ്ധിക്കണം. നമുക്ക് പോരാട്ടമുള്ളത് നമുക്ക് അന്യോന്യമല്ല പോരാട്ടമുള്ളത്. ബാക്കി ഒന്ന് പറഞ്ഞാട്ടെ. ഇത് ബൈബിൾ സ്റ്റഡിയാണ്, അതുകൊണ്ട് ചോദിച്ചതേ ഉള്ളൂ. പെട്ടെന്ന് പറയാൻ കഴിഞ്ഞാൽ നന്നായിരിക്കും. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, പിന്നെ വാഴ്ചകളോടും. അതാണ് ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ ഈ വചനം പഠിക്കുമ്പോൾ വാഴ്ചകളോടും അധികാരങ്ങളോടും, പിന്നെ പറയുന്ന ഒരു വാക്കുണ്ട് ദുഷ്ടാത്മസേനയോടും. പദപ്രയോഗം അത് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. ഇത് മനസ്സിലാക്കാൻ വേണ്ടി പിശാചിനെ ദൈവത്തിന്റെ വചനം ആകാശത്തിലെ അധികാരമുള്ളവനായിട്ടാണ് പറഞ്ഞിരിക്കുന്നതെന്ന് ഞാൻ ഇതിന്റെ ഇപ്പോൾ പറഞ്ഞു. അതൊന്ന് മനസ്സിലാക്കാൻ ഞാനൊരു വേദവാക്യം വായിക്കാം. പൗലോസ് എഫെസോസിലുള്ള ദൈവജനത്തിന് എഴുതുമ്പോൾ 2ാം അധ്യായത്തിന്റെ 2ാമത്തെ വാക്യം, എഫീഷ്യൻസ് ചാപ്റ്റർ 2 വേഴ്സ് 2. എഫേസ്യ ലേഖനം 2ാം അധ്യായത്തിന്റെ 2ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: അവയിൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിന്റെ കാലഗതിയെയും
ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ചു നടന്നു. പദപ്രയോഗം ശ്രദ്ധിച്ചോ. ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ചു നടന്നു. ആകാശത്തിലെ അധികാരത്തിന് അധിപതി അതാരാ? ഈ 2-ാം അധ്യായത്തിൽ പറയുന്നത് നമ്മള് പാപങ്ങളാലും അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നമ്മളെ ഉയർപ്പിച്ചു. എന്നാൽ നമ്മുടെ ആ ഉയർപ്പിക്കുന്നതിന് മുൻപ്, കർത്താവിനെ അറിയുന്നതിന് മുൻപ് ആകാശത്തിലെ അധികാരത്തിന്റെ അധിപതിയായവനെ അനുസരിച്ച് നടക്കുന്നവരായിരുന്നു നമ്മൾ, അഥവാ എഫെസോസിലുള്ള പ്രിയപ്പെട്ടവരെന്നാണ് പൗലോസ് ഓർപ്പിക്കുന്നത്. ഈ 7-ാമത്തെ ക്രോധ കലശം ആകാശത്തിൽ ഒഴിക്കുക എന്ന് പറയുമ്പോൾ ആർക്കെതിരെയുള്ള അറ്റാക്കാണ്? പൂർണ്ണമായിട്ട് സാത്താന്റെ തന്ത്രങ്ങൾക്കെതിരെ. സാത്താനെ കുറിച്ച് മനസ്സിലാക്കുക, ക്രിസ്തു വിരോധിയാണ്, ദൈവത്തിന്റെ ശത്രുവാണ് സാത്താൻ, പിശാച്. ആ പിശാചിന്റെ, ദൈവത്തിന്റെ ശത്രുവായിരിക്കുന്ന, ദൈവജനത്തിന്റെ ശത്രുവായിരിക്കുന്ന, ദൈവവചനത്തിന്റെ ശത്രുവായിരിക്കുന്ന പിശാചിന്റെ മേലുള്ള അധികാരത്തിന്മേലുള്ള അറ്റാക്കാണ് ഈ 7-ാമത്തെ ക്രോധ കലശം കൊണ്ട് ദൈവം ആഗ്രഹിച്ചത്. അപ്പോൾ സംഭവിച്ചു തീർന്നു എന്നൊരു മഹാശബ്ദം ദൈവാലയത്തിലെ സിംഹാസനത്തിൽ നിന്ന് വന്നു. ആ ശബ്ദം കേട്ടോ? ദൈവാലയത്തിൽ നിന്ന് വന്നു. ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. ദൈവം പദ്ധതിയിട്ട ന്യായവിധി എന്തിനിതൊക്കെ ചെയ്തു എന്ന് നമ്മൾ അതിന് മുൻപിലത്തെ വാക്യങ്ങളിലൊക്കെ നമ്മൾ വായിക്കുണ്ടായി. നീ ചെയ്തത് കറക്റ്റായിട്ടാണ് ചെയ്തത്, നിന്റെ ദാസന്മാരുടെ രക്തം ചൊരിയിച്ചവരാണിവർ, അവർക്ക് നീ രക്തം കുടിക്കുവാൻ കൊടുത്തു. നമ്മൾ മുകളിലുള്ള വേദഭാഗത്ത് അത് ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്തു. വളരെ ശ്രദ്ധിക്കണം. ഇവിടെ ദൈവത്തിനെതിരെ ദൈവത്തിന്റെ ശത്രുവായിരിക്കുന്ന പിശാചിന്റെ അധികാരങ്ങളെ പൂർണ്ണമായിട്ട് തകർക്കുന്ന ഒരു രംഗം. ഇവിടെ പിശാചിന്റെ അധികാരങ്ങളെ കുറിച്ച് നമ്മൾ ഈ 16-ാം അധ്യായത്തിൽ ഇങ്ങനെ ഓർക്കുമ്പോൾ ഞാൻ ഒന്നുകൂടെ കടന്നു പറയാം. നമ്മളത് പഠിക്കുവാനായിട്ട് തുടങ്ങുകയാണ്. 17, 18, 19 അധ്യായങ്ങൾ നാം പഠിക്കുമ്പോൾ പിശാചിന്റെ മതവ്യവസ്ഥയെ ദൈവം ന്യായം വിധിക്കും. വാക്കുകൾ വളരെ ശ്രദ്ധിക്കുക. പിശാചിന്റെ മതവ്യവസ്ഥകളെ ദൈവം ന്യായം വിധിക്കും. ദാറ്റ് ഈസ് ഇൻ ചാപ്റ്റർ 17, 17-ാം അധ്യായത്തിലാണ്. പിശാചിന്റെ രാഷ്ട്രീയമായിരിക്കുന്ന, സാമ്പത്തികമായിരിക്കുന്ന, സാമൂഹികമായിരിക്കുന്ന വ്യവസ്ഥയെ ദൈവം ന്യായം വിധിക്കും. വെളിപ്പാട് പുസ്തകം 18-ാമത്തെ അധ്യായം. പിശാചിന്റെ സൈന്യ ശക്തികളെ ദൈവം ന്യായം വിധിക്കും. വെളിപ്പാട് പുസ്തകം 19-ാം. വളരെ ശ്രദ്ധിക്കണേ. പിശാചിന്റെ മതവ്യവസ്ഥിതി ഈ 17-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ മഹാവേശ്യ എന്ന് പറയുന്ന ഒരു ശബ്ദം പ്രയോഗിക്കുന്നുണ്ട്. അത് ദൈവം കൊടുത്ത പേരാ, മഹാവേശ്യ എന്ന് പറയുന്ന ശബ്ദം. ആ മഹാവേശ്യ എന്ന് പറയുന്ന ശബ്ദം പിശാചിന്റെ മതവ്യവസ്ഥിതിയെ കാണിക്കുന്നതാണ്. സഭയാണ്, പക്ഷെ മഹാവേശ്യായിരിക്കുന്ന ഒരു സഭ. അങ്ങനെയാണ് 17-ാം അധ്യായത്തിൽ വെളിപ്പാട് പുസ്തകത്തിൽ നാം വായിക്കുന്നത്. എന്റെ ബിറ്റ്വീൻ ഞാൻ പറഞ്ഞുകൊള്ളട്ടെ, ഇനി മുതൽ 17, 18 അധ്യായങ്ങൾ വായിക്കണം. കണ്ടിന്യൂസ് ആയിട്ട് വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക. അപ്പോൾ നാം ഒരുമിച്ച് പഠിക്കുമ്പോൾ ആ കാര്യങ്ങൾ കുറച്ചും കൂടെ ക്ലിയർ ആകും. എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും വായിക്കണമേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. 17, 18 അധ്യായം വീണ്ടും വീണ്ടും വായിക്കുക. മടങ്ങി വരാം. അപ്പോൾ ദൈവം തന്റെ ക്രോധ കലശം, 7-ാമത്തെ ക്രോധ കലശം ആകാശത്തിന്മേൽ ഒഴിക്കുന്നു. അവിടെ നിന്ന് സംഭവിച്ചു തീർന്നു എന്ന് പറയുന്ന ഒരു മഹാശബ്ദം ദൈവാലയത്തിലെ സിംഹാസനത്തിൽ നിന്ന് വന്നു. ആ കാര്യം ഗ്രഹിച്ചു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്നിട്ട് ഇനി 18-ാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. മിന്നലും നാദവും ഇടിമുഴക്കവും വലിയ ഭൂകമ്പവും ഉണ്ടായി. ഭൂമിയിൽ മനുഷ്യർ ഉണ്ടായത് മുതൽ അതുപോലെ അത്ര വലിയതായൊരു ഭൂകമ്പം ഉണ്ടായിട്ടില്ല. ശ്രദ്ധിച്ചോ? മിന്നൽ, നാദം, ഇടിമുഴക്കം, വലിയ ഭൂകമ്പവും ഉണ്ടായി. ഭൂമിയിൽ മനുഷ്യർ ഉണ്ടായത് മുതൽ അതുപോലെ അത്ര വലിയതായൊരു ഭൂകമ്പം ഉണ്ടായിട്ടില്ല. ഇതിന്റെ കാരണങ്ങളൊക്കെ നമുക്ക് മറ്റ് ചില വാക്യങ്ങൾ കൂടെ വായിക്കുമ്പോൾ മനസ്സിലാകും. ഉണ്ടായിട്ടില്ല.
19-ാമത്തെ വാക്യം, മഹാനഗരം 3 അംശമായി പിരിഞ്ഞു, ജാതികളുടെ പട്ടണങ്ങളും വീണുപോയി. ശ്രദ്ധിച്ചോ, മഹാനഗരം 3 അംശമായി പിരിഞ്ഞു, പട്ടണങ്ങളും വീണുപോയി, ജാതികളുടെ പട്ടണങ്ങളും വീണുപോയി. മുകളിൽ 18-ാമത്തെ വാക്യത്തിൽ മിന്നലും നാദവും ഇടിമുഴക്കവും വലിയ ഭൂകമ്പവും. സ്വാഭാവികമായിട്ട് ഈ ഭൂകമ്പം തട്ടുന്നത് എവിടാന്നറിയാമോ? ദൈവത്തിനകത്ത് ക്ലിയർ ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ടെന്നറിയാമോ? പൊതുവെ ഭൂകമ്പം അറ്റാക്ക് ചെയ്യുന്നത് ഇവിടെ മഹാനഗരം 3 അംശമായി, പട്ടണങ്ങളും വീണുപോയി. നഗരങ്ങളിലും മഹാനഗരങ്ങളിലും പട്ടണങ്ങളിലുമാണ് ഇന്ന് നമ്മൾ ഏതൊരു ഭൂകമ്പം നോക്കിയാലും. 2015 നേപ്പാളിൽ ഭൂകമ്പം ഉണ്ടായി. നമ്മുടെ ഈ വീട്ടിൽ ഞങ്ങൾ താമസിക്കുമ്പോൾ ഭൂകമ്പം ഉണ്ടായി. കാഠ്മണ്ഡുവിന്റെ മുഖവാറും ഭാഗമാണ് അറ്റാക്ക് ചെയ്ത്. ശ്രദ്ധിച്ചോണേ, നഗരം. നമ്മൾ എവിടെ ഭൂകമ്പങ്ങളെ ഒക്കെ ജനറലി സ്റ്റഡി ചെയ്താലും ആ അറ്റാക്ക് സംഭവിക്കുന്ന എവിടെയാണെന്നറിയാമോ? മഹാനഗരങ്ങളിലും പട്ടണങ്ങളിലുമാണ് എന്നുള്ള കാര്യം നാം വചനപ്രകാരം ഒന്ന് മനസ്സിലാക്കി വെക്കേണ്ടത് വളരെ ആവശ്യമാണ്. എന്നിട്ട് മഹാനഗരം 3 അംശമായി തീർന്നു. 20-ാമത്തെ വാക്യം, ഇതിന്റെ ശക്തി കൊണ്ട്, ഭൂകമ്പത്തിന്റെ ശക്തി കൊണ്ട്, ഇടിമുഴക്കം കൊണ്ട്, മിന്നലും നാദവും കൊണ്ട്. 20-ാമത്തെ വാക്യം, സകല ദ്വീപും ഓടിപ്പോയി, മലകൾ കാണുവാനില്ലാതെയായി. സകല ദ്വീപും ഓടിപ്പോയി, മലകൾ കാണുവാനില്ലാതെയായി. പിന്നെ 21-ാമത്തെ വാക്യം, താലന്തോളം കനമുള്ള കല്ലായി. ഈ താലന്തോളം കനമുള്ള കല്ലായി എന്ന് പറയുമ്പോൾ നമുക്ക് വലിയ വെയിറ്റ് ഒന്നും തോന്നാറില്ല, അല്ലേ? നമ്മൾ ഇത് അങ്ങോട്ടൊന്ന് വായിച്ചു പോകുമ്പോൾ വി ഡോണ്ട് റിയലി ഫീൽ ദ വെയിറ്റ് ഓഫ് ഇറ്റ്, അല്ലെ? ഇങ്ങനെ രേഖപ്പെടുത്തി നമുക്ക്, കാരണം ഈ ഭാഷ നമുക്ക് അറിയത്തില്ല. താലന്തോളം ഖനമുള്ള കല്ലായി, വലിയ കന്മഴ ആകാശത്ത് നിന്ന് മനുഷ്യരുടെ മേൽ പെയ്തു. ഇങ്ങനെ ഞാൻ പറയാം, നമ്മുടെ ഭാഷയിൽ പറയാം. ഈ ഒരു താലന്തോളം ഖനമുള്ള കല്ലിന്റെ ഇപ്പോഴത്തെ വെയിറ്റ് കിലോയിൽ ഞാൻ പറയാം, ഏകദേശം 45 മുതൽ 50 വരെ കിലോ ആണ് ഇതിന്റെ വെയിറ്റ്. ഈ വീണോണ്ടിരിക്കുന്ന കല്ലിന്റെ കന്മഴയുടെ ആ വെയിറ്റ് എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കുന്ന ഭാഷയിൽ ഞാൻ പറയാം, 45 മുതൽ 45 to 50 കിലോ വെയിറ്റ് ആണ് ഒരു താലന്തിന്റെ ആ ഒരു ഈക്വൽ കാര്യങ്ങൾ നമ്മൾ പറയാം. കർത്താവിന്റെ ദാസന്മാർ പലരും വന്നിട്ട് 45 ആണ്, അല്ലെങ്കിൽ 100 പൗണ്ട് ആണ്, 125 പൗണ്ട്, 100 മുതൽ 125 വരെ പൗണ്ട് എന്നാണ് ഒരു താലന്തിന്റെ വെയിറ്റ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ ഒരു പൗണ്ട് 100 മുതൽ 125 വരെ ആണെങ്കിൽ തീർച്ചയായും 45 മുതൽ 55 കിലോ വരെ വെയിറ്റ് ആണ് ഒരു കന്മഴയുടെ വെയിറ്റ്. ഇത് വന്നാണ് മനുഷ്യന്റെ മേൽ വീഴുന്നത്, മനുഷ്യന്റെ മേൽ പെയ്യുകയാണ്. ആ ശബ്ദം ശ്രദ്ധിച്ചോ? നമ്മൾ ദൈവവചനത്തിലെ ഓരോന്നായിട്ട് ഇങ്ങനെ എറിയുകയല്ല, ആ പദപ്രയോഗം ശ്രദ്ധിച്ചോ? മനുഷ്യരുടെ മേൽ പെയ്തു. എന്തു പെയ്തു? 45 മുതൽ 50 കിലോ വരെ വെയിറ്റ് ഉള്ള കൽമഴ ആകാശത്ത് നിന്ന് മനുഷ്യരുടെ മേൽ അങ്ങോട്ട് പെയ്യുകയാണ്. ആ പദപ്രയോഗങ്ങളൊന്നും മറക്കരുത്, നമ്മൾ വായിക്കുമ്പോൾ വളരെ ശ്രദ്ധയോടെ വായിക്കണം. ആ ദൈവ ക്രോധത്തിന്റെ കാഠിന്യത്തിന്റെ ക്ലൈമാക്സ്. മടങ്ങി വരാം. ഈ കൽമഴയെ കുറിച്ചൊക്കെ നമ്മൾ ചിന്തിച്ചപ്പോഴേ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന കൽമഴ എവിടാണെന്ന് അറിയാം. ഇത് സംഭവിച്ചിട്ടുണ്ട് ഇങ്ങനെ. എവിടാ? 7-ാമത്തെ ബാധ. പുറപ്പാട് പുസ്തകം 9-ാം അധ്യായത്തിന്റെ 22 മുതൽ 26 വരെയുള്ള വാക്യങ്ങളിൽ നാം വായിക്കുമ്പോൾ, തന്റെ ജനമായിരിക്കുന്ന ഇസ്രായേൽ മക്കളെ മിസ്രയീം ദേശത്ത് നിന്നും വിടുവിക്കുവാൻ ഫറവോൻ വിസമ്മതിച്ചപ്പോൾ ദൈവം നൽകിയ 7-ാമത്തെ ബാധയാണ് ഈ കൽമഴ. ആരെങ്കിലും ഒന്ന് വായിച്ച് സഹായിക്കണം. പുറപ്പാട് പുസ്തകം 9:22 മുതൽ 26 വരെ. എക്സോഡസ് ചാപ്റ്റർ 9 വേഴ്സസ് 22 till 26. എല്ലാവരും ഒന്ന് എടുത്തു നോക്കണേ, എന്നാലേ നമുക്ക് അതിന്റെ ആ ഗൗരവം മനസ്സിലാകുകയുള്ളൂ. ദൈവവചനത്തിൽ ഒന്ന് നോക്കണം, അതൊന്ന് തുറന്ന് വായിക്കണം. വായിക്കുമ്പോൾ ശ്രദ്ധിക്കണമേ, നോക്കണമേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. 9-ാം അധ്യായം, പുറപ്പാട് പുസ്തകം 9-ാം അധ്യായം 22 മുതൽ 26 വരെ.
കുഞ്ഞുങ്ങളോ പ്രിയപ്പെട്ടവരാരെങ്കിലും ഒന്നോ ശാന്തമായിട്ട് വായിക്കാം. പിന്നെ യഹോവ മോശെയോട്, മിസ്രയീം ദേശത്തെ എല്ലായിടവും മനുഷ്യരുടെയും മൃഗങ്ങളുടെയും മേലും മിസ്രയീം ദേശത്തുള്ള സകല സസ്യത്തിന്മേലും കൽമഴ വരുവാൻ നിന്റെ കൈ ആകാശത്തേക്ക് നീട്ടുക എന്ന് കൽപ്പിച്ചു. മോശെ തന്റെ വടി ആകാശത്തേക്ക് നീട്ടി. അപ്പോൾ യഹോവ ഇടിയും കന്മഴയും അയച്ചു. തീ ഭൂമിയിലേക്ക് പാഞ്ഞിറങ്ങി. യഹോവ മിസ്രയീം ദേശത്തിന്മേൽ കന്മഴ പെയ്ച്ചു. ഇങ്ങനെ കന്മഴയും കന്മഴയോട് കൂടി വിടാതെ ഇറങ്ങുന്ന തീയും അതികഠിനമായിരുന്നു. മിസ്രയീം ദേശത്തു ജനവാസം തുടങ്ങിയത് മുതൽ അതിലെങ്ങും ഇതുപോലെ ഉണ്ടായിട്ടില്ല. മിസ്രയീം ദേശത്തെ എല്ലായിടവും മനുഷ്യരെയും മൃഗങ്ങളെയും വയലിലിരുന്ന സകലത്തെയും കന്മഴ സംഹരിച്ചു. കന്മഴ വയലിലുള്ള സകല സസ്യത്തെയും നശിപ്പിച്ചു. പറമ്പിലെ വൃക്ഷത്തെയൊക്കെയും തകർത്തു കളഞ്ഞു. ഇസ്രായേൽ മക്കൾ പാർത്ത ഗോശൻ ദേശത്ത് മാത്രം കന്മഴ ഉണ്ടായില്ല. അപ്പോൾ ഫറവോൻ ശ്രദ്ധിച്ചോ കൽമഴയുടെ ശക്തി. വീണ്ടും വീണ്ടും വായിക്കണേ. അത് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ, ദൈവം ഇങ്ങനെ ശിക്ഷിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ശിക്ഷിച്ചിട്ടുണ്ട്. മിസ്രദേശത്ത് തന്റെ ജനമായിരിക്കുന്ന ഇസ്രായേൽ മക്കളെ ഫറവോൻ അയക്കുവാൻ വിസമ്മതിച്ചപ്പോൾ 7ാമത്തെ ബാധയായി മിസ്രയീം ദേശത്ത് അയച്ചത് കൽമഴയായിരുന്നു. കൽമഴ ഭൂമിയിൽ പതിഞ്ഞു കഴിഞ്ഞപ്പോൾ സംഭവിച്ച കാര്യങ്ങളാണ് ഈ വേദവാക്യങ്ങളിൽ വായിച്ചു കേൾപ്പിച്ചത്. കൽമഴയുടെ ശക്തി. അതേപോലെ തന്നെ നമ്മുടെ സമയം നമുക്ക് സേവ് ചെയ്യാം. ജോഷുവയുടെ പുസ്തകം 10-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം, ജോഷുവ ചാപ്റ്റർ 10 വേഴ്സ് 11. അവിടെ പറഞ്ഞേക്കുന്നത്, തന്റെ ഇസ്രായേൽ മക്കളുടെ ശത്രുവിനെ ദൈവം നേരിട്ടത് കൽമഴ അയച്ചാണ്. അവര് കൊന്നതിലധികമായിട്ട് ദൈവം തന്റെ ജനത്തെ രക്ഷിച്ചത് കൽമഴ അയച്ച. ജോഷുവ 10:11. അത് പിന്നെ വായിക്കാം. വേറൊരു കാര്യങ്ങളുണ്ട്. ദൈവവചനം നാം വളരെ ശ്രദ്ധിച്ച് പഠിക്കുമ്പോഴേ ഈ 16-ാം അധ്യായത്തില് അവസാനം നമ്മൾ പല സ്ഥലത്തും വായിച്ചൊരു വാക്കുണ്ട്. എന്താണെന്ന് അറിയാമോ? അവര് ഈ കൽമഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുക. ലാസ്റ്റ് ചാൻസ് ആണ്. എന്ത് ചെയ്യാൻ കഴിയും? ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുവാൻ കഴിയും. പക്ഷെ അവരെന്താ ചെയ്തെന്നറിയാമോ? അങ്ങനെ ചോദിക്കട്ടെ, ഈ 7ാമത്തെ ബാധ കൽമഴയായിട്ട് ഇത്രയും നാശം വിധിച്ചിട്ടും ഫറവോൻ എന്ത് ചെയ്തില്ല? മാനസാന്തരപ്പെട്ടില്ല. ഇടയ്ക്കൊക്കെ ഒന്ന് പറയണേ, എന്നാലേ നമ്മുടെ ക്ലാസ് ആയിട്ട് പോകത്തുള്ളൂ. അല്ലെങ്കിൽ ഒരു പ്രസംഗം പോലെ അങ്ങ് കേട്ടു. ഫറവോൻ തന്റെ ജനമായിരിക്കുന്ന ഇസ്രായേലിനെ അയച്ചില്ല. ഫറവോന്റെ ഹൃദയം കഠിനപ്പെട്ടു. ഇവിടെ എന്താ സംഭവിച്ചെന്നറിയാമോ? റെവലേഷൻ 16:21. ഇത്ര വലിയ കൽമഴ മനുഷ്യരുടെ മേൽ പെയ്തുകൊണ്ടിരിക്കുകയാണ്. കൽമഴയുടെ ബാധ ഏറ്റവും വലുതാകൊണ്ട് മനുഷ്യർ ആ ബാധ നിമിത്തം ദൈവത്തെ ദുഷിച്ചു. ഇതിന്റെ മുൻപിലും നമ്മൾ വായിച്ചു, അവന് മാനസാന്തരപ്പെട്ടില്ല. ദൈവത്തിന്റെ നാമത്തെ ദുഷിച്ചതല്ലാതെ അവന് മഹത്വം കൊടുക്കുവാൻ തക്കവണ്ണം മാനസാന്തരപ്പെട്ടില്ല എന്ന 9-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു. ചാപ്റ്റർ 16 വേഴ്സ് 9. ഇതുപോലെയുള്ള മാനസാന്തരപ്പെട്ടില്ല എന്ന് പറയുന്ന പദപ്രയോഗം നമ്മൾ ഇതിനു മുൻപും വായിച്ചിട്ടുണ്ട്. ദൈവത്തെ ദുഷിച്ചതല്ലാതെ ദൈവത്തിന്റെ ദൂഷണം പറഞ്ഞതല്ലാതെ ഇവര് മാനസാന്തരപ്പെട്ടില്ല. ദൈവത്തിന്റെ വ്യവസ്ഥ എന്താണെന്നറിയാമോ? ദൈവത്തിന്റെ വ്യവസ്ഥ, ദൈവദൂഷണം പറയുന്നവൻ എന്ത് ചെയ്യണമെന്ന ദൈവത്തിന്റെ വ്യവസ്ഥ അനുസരിച്ച് വളരെ ശ്രദ്ധിക്കണം. എത്രയോ എൻജോയബിൾ ആണെന്നറിയോ ദൈവത്തിന്റെ പദ്ധതി. ദൈവദൂഷണം പറയുന്നവനെ, ദൈവത്തെ ദുഷിക്കുന്നവനെ എന്ത് ചെയ്യണമെന്ന ദൈവത്തിന്റെ വ്യവസ്ഥ അനുസരിച്ച് കല്ലെറിഞ്ഞു കൊല്ലണം. ശ്രദ്ധിക്കണേ. ലേവ്യ പുസ്തകം 24-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം. ഞാൻ പറഞ്ഞതല്ല കേട്ടോ. ലേവ്യ പുസ്തകം, പ്ലീസ് കം വിത്ത് മീ ടു ലെവിറ്റിക്കസ്
ലെവിറ്റിക്കസ് ചാപ്റ്റർ 24 വേഴ്സ് 16. ലേവ്യ പുസ്തകം 24 അധ്യായത്തിന്റെ 16 വാക്യം ആരെങ്കിലും ഒന്ന് വായിച്ചാൽ. ലേവ്യ പുസ്തകം 24 അധ്യായത്തിന്റെ 16 വാക്യം. യഹോവയുടെ നാമത്തിൽ മരണശിക്ഷ അനുഭവിക്കണം. ഹലോ, നമ്മളത് വായിച്ചാൽ ഒരു പ്രാവശ്യം കൂടെ വായിച്ചാൽ. യഹോവയുടെ നാമം ദുഷിക്കുന്നവൻ മരണശിക്ഷ അനുഭവിക്കണം. സഭയൊക്കെ കല്ലെറിയണം. മതി, ശ്രദ്ധിച്ചോ? യഹോവയുടെ നാമം ദുഷിക്കുന്നവൻ മരണശിക്ഷ അനുഭവിക്കണം. എങ്ങനെ മരിക്കണം എന്നറിയാമോ? സഭയൊക്കെയും അവനെ കല്ലെറിയണം. ദൈവപ്രമാണമാണ്. ദൈവനാമം ദുഷിക്കുന്നവനെ കല്ലെറിയണം. ഇവിടെ ഏത് സമയമായി ഇപ്പം? 16 അധ്യായം, വെളിപ്പാട് പുസ്തകം 16 അധ്യായം എന്ന്. അത് നമ്മള് ദൈവത്തിന്റെ വ്യവസ്ഥയാണ്. പഴയ നിയമത്തിൽ അങ്ങനെ കല്ലെറിഞ്ഞു കൊന്ന അനുഭവങ്ങളൊക്കെ ഉണ്ട്. ദൈവനാമം ദുഷിക്കുന്നവനെ കല്ലെറിഞ്ഞു കൊല്ലണം. ഈ 16 അധ്യായം എന്ന് പറയുന്നത് ഏത് സമയമാ? മഹോപദ്രവത്തിന്റെ അവസാന സമയമാണ്. ആക്ച്വലി ഇവരെ കല്ലെറിഞ്ഞ് ആരാ കൊല്ലണ്ടത്? മനുഷ്യൻ തന്നെ ഇവരെ കല്ലെറിഞ്ഞു കൊല്ലണം. ആ സമയത്ത് കല്ലെറിയാൻ തക്കവണ്ണമുള്ള മനുഷ്യരില്ല. ആര് തന്നെ കല്ലെറിയുക? എന്റെ ഒന്ന് ലിങ്ക് ഒന്ന് കിട്ടാൻ വേണ്ടി ഞാനൊന്ന് ചോദിക്കും. ആരാ ഇപ്പൊ കല്ലെറിയുന്നത്? 16 അധ്യായത്തിന്റെ അവസാന വാക്യത്തിൽ മറ്റു മനുഷ്യർ കല്ലെറിഞ്ഞാണ് ഇവരെ കൊല്ലേണ്ടത്, ഈ ദൈവനാമം ദൂഷിക്കുന്നവരെ. മഹോപദ്രവത്തിന്റെ കാഠിന്യം നിറഞ്ഞ അവസാനത്തെ ബാധ 7ാമത്തെ ദൂതൻ ഈ ഭൂമിയിലേക്ക് ആകാശത്തിലേക്ക് ഒഴിക്കുമ്പോൾ സാത്താന്റെ പിശാചിന്റെ സകല ശക്തിക്കുമെതിരായിട്ട് ദൈവദൂഷണം പറയുന്ന എല്ലാവരെയും സ്വർഗത്തിൽ നിന്ന് തന്നെ, ആകാശത്ത് നിന്ന് തന്നെ ദൈവം തന്നെ 40 മുതൽ 55 കിലോ വരെ ഭാരമുള്ള ശക്തമായ കൽമഴ എറിഞ്ഞ് അവന്റെ ക്രോധം ശമിപ്പിക്കുകയാണ്. കാരണം എന്താണെന്നറിയാമോ? ദൈവത്തിന്റെ വ്യവസ്ഥ എന്ത് ചെയ്യണം? പൂർത്തീകരിക്കപ്പെടും. വളരെ ശ്രദ്ധിക്കണേ. ദൈവ വ്യവസ്ഥ പൂർത്തീകരിക്കപ്പെടേണ്ടത് വളരെ ആവശ്യമാണ്. അവിടെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ദൈവത്തിന് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് ചെയ്യാൻ പറ്റത്തില്ല. ദൈവത്തിന്റെ പദ്ധതി പൂർത്തീകരിക്കപ്പെടണം. ദൈവത്തിന്റെ ന്യായവിധി പെർഫെക്റ്റ് ആണ്. അതിനൊരു മാറ്റവും ഉണ്ടാകുകയില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ഇവിടെ നാം വായിക്കുന്ന എന്താണെന്ന് ചോദിച്ചാല് വളരെ ശക്തമായിരിക്കുന്ന നിലയിൽ താലന്തോളം ഘനമുള്ള കല്ലായി വലിയ കൽമഴ ആകാശത്ത് നിന്ന് മനുഷ്യരുടെ മേൽ പെയ്തു. കൽമഴയുടെ ബാധ ഏറ്റവും വലുതാകൊണ്ട് മനുഷ്യർ ആ ബാധ നിമിത്തം ദൈവത്തെ നമ്മള് എത്രയോ ക്ലിയറായിട്ട് ദൈവിക പദ്ധതി ഒന്നിനു പുറകെ ഒന്നായിട്ട് 7 മുദ്രകളുടെ ന്യായവിധി, 7 കാഹളങ്ങളുടെ ന്യായവിധി, 7 കലശങ്ങളുടെ ന്യായവിധി. ഈ ന്യായവിധികളൊക്കെ നടക്കുമ്പോൾ 7ാമത്തെ ന്യായവിധികൾ നാം ഒന്ന് നോക്കുമ്പോൾ 7ാമത്തെ മുദ്രയുടെ ന്യായവിധി, 7ാമത്തെ കാഹളധ്വനിയുടെ ന്യായവിധി, 7ാമത്തെ കലശത്തിന്റെ ന്യായവിധി നാം ഒന്ന് പെട്ടെന്ന് നോക്കുമ്പോ അവിടെ എല്ലാം സംഭവിച്ചിരിക്കുന്നത് എന്താണെന്ന് അറിയാമോ? ശ്രദ്ധിക്കണേ, വളരെ ശ്രദ്ധിക്കണേ. 7ാമത്തെ മുദ്ര പൊട്ടുമ്പോൾ 7ാമത്തെ കാഹളധ്വനിയുടെ ആ ഒരു പണിഷ്മെന്റ്, ശിക്ഷ ദൈവം നടത്തുമ്പോൾ 7ാമത്തെ കലശം ഭൂമിയിലേക്ക്, ആകാശത്തിലേക്ക്, പിശാചിന്റെ ശക്തിയിലേക്ക് എറിയുമ്പോൾ സംഭവിച്ചതെല്ലാം ഒന്ന് തന്നെ. വളരെ ശ്രദ്ധിക്കണം. വളരെ പെട്ടെന്ന്
ഏഴാമത്തെ മുദ്ര പൊട്ടിച്ചപ്പോൾ സംഭവിച്ചത് ഞാനൊന്ന് വായിക്കാം, പെട്ടെന്ന് ശ്രദ്ധിക്കണേ. 8-ാം അധ്യായത്തിലേക്ക് നമുക്കൊന്ന് വരാം. 8-ാം അധ്യായം, വെളിപ്പാട് പുസ്തകം 8-ാം അധ്യായത്തിന്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളാണ് നമുക്ക് വായിക്കേണ്ടത്. എല്ലാം വായിക്കാൻ നമ്മുടെ മുൻപിൽ നമുക്ക് ആവശ്യമില്ലല്ലോ, നമ്മൾ നേരത്തെ അത് വായിച്ചതാണ്. 8-ാമത്തെ വാക്യം, ചാപ്റ്റർ 8 വേഴ്സ് 1. അവൻ 7-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ, ശ്രദ്ധിച്ച്, അവൻ 7-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ സ്വർഗത്തിൽ ഏകദേശം അരമണിക്കൂറോളം മൗനത ഉണ്ടായി. 7-ാം മുദ്ര പൊട്ടിക്കുന്ന രംഗമാണ്. ഇനി അതിന്റെ 5-ാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. ദൂതൻ ധൂപകലശം എടുത്ത് യാഗപീഠത്തിലെ കനൽ നിറച്ച് ഭൂമിയിലേക്ക് എറിഞ്ഞു. ഉടനെ ഇടിമുഴവും നാദവും മിന്നലും ഭൂകമ്പവും ഉണ്ടായി. 7-ാമത്തെ മുദ്ര പൊട്ടിച്ചപ്പോൾ സംഭവിച്ച രംഗം. ഇനിയും 7-ാമത്തെ കാഹളധ്വനിയിലേക്ക് നമുക്കൊന്ന് പോകാം. ഇത് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. 7-ാമത്തെ മുദ്രയും കാഹളധ്വനിയും കലശവും ദൈവക്രോധമായിട്ട് അയക്കുമ്പോൾ സംഭവിച്ച വിഷയങ്ങളൊക്കെ ഒന്നാം. 11-ാം അധ്യായത്തിലേക്ക് വന്നാൽ, 11-ാമത്തെ അധ്യായം, ചാപ്റ്റർ 11 വേഴ്സ് 15 ഓൺവേഴ്സ്. 11-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം മുതലാണ് ഞാൻ ഒന്ന് വായിക്കാം. 7-ാമത്തെ ദൂതൻ ഊതിയപ്പോൾ, ശ്രദ്ധിച്ചോ, 7-ാമത്തെ ദൂതൻ ഊതിയപ്പോൾ, കാഹളം ഊതിയപ്പോൾ എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. സമയം സേവ് ചെയ്യുവാൻ വേണ്ടി അതിന്റെ 19-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. അപ്പോൾ സ്വർഗത്തിലെ ദൈവാലയം തുറന്നു, അവന്റെ നിയമപ്പെട്ടകം അവന്റെ ആലയത്തിൽ പ്രത്യക്ഷമായി. ഇനിയും ശ്രദ്ധിക്കുക, മിന്നലും നാദവും ഇടിമുഴക്കവും ഭൂകമ്പവും വലിയ കൽമഴയും ഉണ്ടായി. 2-ാമത്തെ രംഗം ശ്രദ്ധിക്കണേ. 7-ാമത്തെ മുദ്രയും 7-ാമത്തെ കാഹളത്തിന്റെ ശിക്ഷയും ദൈവം അയക്കുമ്പോൾ, ഇനിയും 7-ാമത്തെ ക്രോധ കലശം നമ്മൾ ഇപ്പോൾ വായിച്ചതാണ്. 16-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. വളരെ ശ്രദ്ധിക്കണേ. 17-ാം അധ്യായത്തിന്റെ 16-ാം ചാപ്റ്റർ 16 വേഴ്സ് 18. മിന്നലും, ഇത് 7-ാമത്തെ തന്റെ കലശം ആകാശത്തൊഴിച്ചു എന്ന് നമ്മൾ 17-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്. 18-ാം വാക്യം ശ്രദ്ധിച്ചാട്ടെ. മിന്നലും നാദവും ഇടിമുഴക്കവും വലിയ ഭൂകമ്പവും ഉണ്ടായി. ഭൂമിയിൽ മനുഷ്യർ ഉണ്ടായത് മുതൽ അതുപോലെ അത്ര വലിയതായൊരു ഭൂകമ്പം ഉണ്ടായിട്ടില്ല. ഈ ഭൂകമ്പം ഒക്കെ എന്ത് ചെയ്യണം? യഥാർത്ഥത്തിൽ ഉണ്ടാകണം ആ പ്രത്യേകമായിരിക്കുന്ന സമയത്ത്. 7-ാമത്തെ മുദ്ര, 7-ാമത്തെ കാഹളധ്വനി, 7-ാമത്തെ ക്രോധ കലശം ദൈവം ഭൂമിയിലേക്ക് ഒഴിക്കുമ്പോൾ സംഭവിച്ചതെല്ലാം ഒന്നാണ്. നമ്മളിപ്പോൾ 11-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യത്തിൽ വായിച്ചു കൽമഴ. ശ്രദ്ധിച്ചോണേ. 7-ാമത്തെ ദൂതൻ ഊതിയപ്പോൾ, കാഹളം ധ്വനിച്ചപ്പോൾ, 11-ാം അധ്യായത്തിന്റെ 19 ചാപ്റ്റർ 11 വേഴ്സ് 19, വലിയ കൽമഴയും ഉണ്ടായി. വലിയ കൽമഴയും ഉണ്ടായി. അതുപോലെ തന്നെ 16-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യം, 16 വേഴ്സ് 21, താലന്തോളം ഘനമുള്ള കല്ലായി വലിയ കൽമഴ ആകാശത്ത് നിന്ന് മനുഷ്യരുടെ മേൽ പെയ്തു. ശ്രദ്ധിച്ചോണേ. ദൈവം ഒന്നിനു പുറകെ ഒന്നായിട്ട് വളരെ ശക്തമായി പ്രവർത്തിക്കുന്ന ഒരു രീതി. പിന്നെ നമ്മളിത് പഠിച്ചു വരുമ്പോൾ മനസ്സിലാക്കേണ്ടുന്ന മറ്റൊരു സത്യം കൂടെ ഞാൻ പറഞ്ഞ് ഇവിടെ വാക്കുകൾ കൂടെ ചുരുക്കാം. 7-ാമത്തെ മുദ്ര പൊട്ടിച്ചപ്പോൾ സ്വർഗത്തിൽ ഒരു മൗനമുണ്ടായി. എന്നാൽ 7-ാമത്തെ കാഹളധ്വനിയും 7-ാമത്തെ ക്രോധ കലശവും ദൈവം ഈ ഭൂമിയിലേക്ക് അയച്ചപ്പോൾ സ്വർഗത്തിൽ വലിയ ശബ്ദമുണ്ടായി. ശ്രദ്ധിച്ചോണേ. ഇതൊക്കെ മറ്റൊരു ഭാഗമായിട്ട് നിങ്ങൾക്ക് പഠിക്കാനും ചിന്തിക്കാനും ഒക്കെ ഒരു അവസരമായിട്ട് മാത്രം എടുക്കുക. അതിലേക്ക് കൂടുതൽ കടന്നു പോവുക. ഞാൻ ഒന്ന് കണക്ട് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. 7-ാമത്തെ മുദ്ര പൊട്ടിച്ചപ്പോൾ, 8-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം, 7-ാമത്തെ മുദ്ര പൊട്ടിച്ചപ്പോൾ സ്വർഗത്തിൽ അരമണിക്കൂറോളം മൗനതയുണ്ടായി.
ഏഴാമത്തെ കാഹളധ്വനിയും 7ാമത്തെ ക്രോധ കലശവും ദൈവം ഈ ഭൂമിയിലേക്ക് അയക്കുമ്പോൾ, എറിയുമ്പോൾ സംഭവിച്ച എന്താണെന്ന് അറിയാമോ? സ്വർഗത്തിൽ വലിയ ശബ്ദമുണ്ടായി. 16-ാം അധ്യായത്തിന്റെ അവസാനം നാം ഇങ്ങനെയാണ് വായിക്കുന്നത്. എന്താണ്? ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. അത് സംഭവിച്ച് തീർന്നു. സ്വർഗം സാക്ഷ്യം പറയുകയാണ്, ദൈവം തന്റെ പദ്ധതിയിൽ തന്റെ ശത്രുവിനെതിരെ, പിശാചിനെതിരെ എന്തെല്ലാം പദ്ധതികൾ, ദൈവത്തെ ദുഷിക്കുന്നവർക്കെതിരെ തന്റെ നിയമപ്രകാരം എന്തെല്ലാം ചെയ്യുവാൻ ദൈവം പദ്ധതിയിട്ടോ. ദൈവവചനത്തിൽ ഇങ്ങനെ വായിക്കുന്നു, അപ്പോൾ അത് സംഭവിച്ച് തീർന്നു. ഇംഗ്ലീഷിൽ ഇറ്റ് ഈസ് ഡൺ, ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. ഇനിയും ഒന്നും ചെയ്യുവാനായിട്ടില്ല. ഒരു വാക്ക് പറഞ്ഞ് ഈ വാക്ക് ഞാൻ ഇവിടെ ചുരുക്കുകയാണ്. നമുക്കൊരു പ്രത്യാശയുടെ ഒരു ഇത് എപ്പോൾ വേണമെങ്കിലും ഒക്കെ സംഭവിക്കാം. എന്നാൽ ഒരു പ്രത്യാശയുടെ കാര്യം, ഈ 16-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. ചാപ്റ്റർ 16 വേഴ്സ് 15. ഞാൻ കള്ളനെ പോലെ വരും. ഞാൻ ഇങ്ങനെ പറയട്ടെ, കർത്താവ് പറഞ്ഞ വാക്കാണ് ഞാൻ വരും. തന്റെ ലജ്ജ കാണുമാറ് നഗ്നനായി നടക്കാതിരിക്കുവാൻ തന്റെ ഉടുപ്പ് സൂക്ഷിച്ചും ജാഗരിച്ചും കൊള്ളുന്നവൻ ഭാഗ്യവാൻ. ഇത് ഈ മഹോപദ്രവ സമയത്താണ് പറഞ്ഞിരിക്കുന്നതെങ്കിലും കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവിനു വേണ്ടി ആകാശത്തിൽ തന്റെ സഭയെ നമ്മളെ ചേർക്കുവാൻ വരുന്ന വരവിനു വേണ്ടി ഒരുക്കത്തോടെ, പ്രാർത്ഥനയോടെ, ചിന്തയോടെ, പ്രത്യാശയോടെ ജീവിക്കുന്ന ദൈവമക്കളോട് ഇന്ന് രാത്രിയും ഇങ്ങനെ ഞാൻ പറഞ്ഞു മുൻപോട്ട് പോകട്ടെ. അവൻ വരും. ഇതുവരെയും താൻ ചെയ്ത പദ്ധതികളൊക്കെ ഇത്രയും കൃത്യമായിട്ട് ദൈവം ചെയ്തുവെങ്കിൽ, തന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട തന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, തന്റെ മക്കൾക്ക് വേണ്ടി, യോഹന്നാന്റെ സുവിശേഷത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ഞാൻ കടന്നു പോകുന്നു, ഞാനൊരു സ്ഥലമൊരുക്കുവാൻ പോകുന്നു, സ്ഥലമൊരുക്കിയാൽ വീണ്ടും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർക്കേണ്ടതിന്. എത്രയോ ധന്യമായിരിക്കുന്ന പ്രത്യാശ. ഇന്ന് രാത്രി ഞാൻ ഇങ്ങനെ പറയട്ടെ, അവൻ വരും. നമ്മുടെ ഉത്തരവാദിത്വം എന്താണെന്ന് അറിയാമോ? തന്റെ ഉടുപ്പ് സൂക്ഷിച്ചും ജാഗരിച്ചും കൊള്ളുന്നവൻ ഭാഗ്യം. എന്റെ പ്രിയപ്പെട്ടവരെ, ഭയത്തോടുകൂടെ, വിറയലോടുകൂടെ, പ്രത്യാശയോടുകൂടെ യേശു കർത്താവിന്റെ വരവിന് വേണ്ടി ആഗ്രഹിച്ച് ഒരുങ്ങുന്ന ദൈവസഭയോടെ അവന്റെ രക്തം കാൽവറിയിലെ ക്രൂശിൽ ഒഴിച്ച് ജീവൻ നൽകി എന്റെ പാപങ്ങളെ, നമ്മുടെ പാപങ്ങളെ കഴുകിക്കളയുവാൻ മതിയായ പരിശുദ്ധ രക്തം നൽകി വീണ്ടെടുത്ത ദൈവസഭയായിരിക്കുന്ന നമ്മളോടുള്ള ബന്ധത്തിൽ. ഇതൊക്കെ നമ്മൾ പഠിച്ചത് മഹോപദ്രവ സമയത്താണ്. ആ സമയത്ത് നമ്മൾ ഈ ഭൂമിയിലില്ല. അതിനു മുൻപ് നമ്മുടെ കർത്താവ് വരും. നമുക്കറിയാം, വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം ആരംഭിക്കുമ്പോൾ തന്നെ ഇവിടെ കയറി വരിക എന്ന് പറയുന്ന ഒരു വലിയ ശബ്ദം കേട്ട് യോഹന്നാൻ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നു. അത് ദൈവജനത്തിന്റെ പ്രത്യാശയുടെ തന്നെ വാക്കുകളാണ്. അങ്ങനെ ഇന്നും ആ കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന ആ ദൈവജനത്തെ കുറിച്ച് ഞാൻ ഇന്നൊരു ആശ്വാസവാക്കായി പറഞ്ഞിവിടെ നിർത്തുകയാണ്. അവൻ വരും. എന്റെ ഉത്തരവാദിത്വം, നമ്മൾ ഇതെല്ലാം ഒത്തിരി ഇൻഫർമേഷൻ ഒക്കെ പഠിച്ചങ്ങ് പോകുക എന്നുള്ളതല്ല. നമ്മുടെ ജീവിതത്തിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ, ഒരു പൂർണ്ണമായിരിക്കുന്ന ഒരു രൂപാന്തരം, കർത്താവിനോടുള്ള സ്നേഹം വർദ്ധിച്ചു വരുവാൻ. അതാണല്ലോ നമ്മൾ ആദ്യം തന്നെ പഠിച്ചത്. വെളിപ്പാട് പുസ്തകം പഠിക്കുമ്പോൾ നമ്മുടെ കർത്താവിനോടുള്ള സ്നേഹം നമുക്ക് വർദ്ധിച്ചു വരുവാൻ ഇടയാകട്ടെ. അനേക കാര്യങ്ങൾ ഇൻഫർമേഷൻ ആയിട്ട് നമ്മൾ പഠിക്കുകയും ചിന്തിക്കുകയോ ഒക്കെ ചെയ്തു. ഇതൊക്കെ ശരിയാണ്. എന്നാൽ എന്റെ പ്രിയപ്പെട്ട ദൈവജനമേ, എന്റെ പ്രിയപ്പെട്ട ദൈവസഭയോട് ഞാൻ ഇന്ന് രാത്രി ഇങ്ങനെ ഓർപ്പിക്കട്ടെ, അവൻ വരും. എന്നെ കുറിച്ചുള്ള ഉത്തരവാദിത്വം, എന്റെ ഉടുപ്പ് സൂക്ഷിച്ചും ജാഗരിച്ചും കൊണ്ട് ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കാം. മറ്റൊരു വേദവാക്യം കൂടെ വായിക്കാം. 1 John chapter 3 verse 3. 1 യോഹന്നാൻ 3-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം. 1 യോഹന്നാൻ 3-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം. അവനിൽ ഈ പ്രത്യാശയുള്ളവനെല്ലാം, ഏത് പ്രത്യാശയാ? അവൻ വരും.
അവനിൽ കർത്താവായ യേശു ക്രിസ്തുവിൽ അവൻ വരുമെന്ന് പ്രത്യാശയുള്ളവനെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ നിർമ്മലീകരിക്കുന്നു. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠ സഹോദരന്മാരോട്, എന്റെ കുഞ്ഞുങ്ങളോട്, എന്റെ മാതാപിതാക്കന്മാരോട്, എന്റെ സഹോദരന്മാരോട് ഇന്ന് രാത്രി ഞാൻ ഇങ്ങനെ പറയട്ടെ. നമ്മൾ കഴിഞ്ഞ 6-ാം അധ്യായം മുതൽ 16 വരെയുള്ള അധ്യായങ്ങളിലൊക്കെ ദൈവത്തിന്റെ കോപം ഈ ഭൂമിയിൽ ദൈവം എങ്ങനെ അയക്കുന്നു എന്നൊക്കെ നമ്മൾ പഠിച്ചു. എന്നാൽ ഇന്ന് രാത്രി ഇങ്ങനെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. അവൻ വരും. ആ പ്രത്യാശയിൽ ജീവിക്കുന്ന എനിക്ക്, ആ പ്രത്യാശയോടുകൂടെ ജീവിക്കുന്ന തന്റെ സഭയ്ക്ക് ഈ ഭൂമിയിൽ ദൈവം വെച്ചിരിക്കുന്നത്, ദൈവം ആഗ്രഹിക്കുന്നത്, അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ നമ്മളെ തന്നെ നിർമ്മലീകരിച്ചുകൊണ്ട് വിശുദ്ധിയോടെ ജീവിച്ചുകൊണ്ട് ആ പുണ്യനാഥന്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ ഇന്ന് രാത്രിയും കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അവന്റെ വിലയേറിയ നാമം എന്ന്